മാസ പരിപാടിയായി ഒരുക്കിയിരിക്കുന്ന ഈ സംഗീത വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. യശശരീരനായ പത്മശ്രീ കെ രാഘവൻ മാസ്റ്ററിൻ്റെ അനശ്വരങ്ങളായ കുറച്ച് ഗാനങ്ങളാണ് നമ്മൾ ഈ സംഗീത വിരുന്നിൽ സർവകലാശാല നമ്മളുടെ സുഹൃത്തുക്കൾ ആലപിക്കുന്നത്. ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ കെ സുധാകരൻ, ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ എ ബി ഭാസി, ഇവരെ വേദിയിലേക്ക് ആനയിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി കലാസബരിയ കൺവീനർ ശ്രീമതി സുലോചനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, പ്രിയദർശിനി കലാസബരിയ എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഇന്ന്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ മേജർ രവി ഇതിനു മുമ്പേ നിർവഹിക്കുകയുണ്ടായി. പിന്നീട് തുടർ പരിപാടികൾ ചില സാങ്കേതിക കാരണങ്ങളാൽ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കലാമൂല്യമുള്ളതും സാംസ്കാരിക മൂല്യമുള്ളതുമായ ഒട്ടേറെ വിവിധ പരിപാടികൾ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യണം, പങ്കുവയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് മലയാള സിനിമയെ ഹിന്ദി, തമിഴ് ഗാനങ്ങളുടെ അനുകരണങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സ്വന്തമായ അസ്തിത്വം നേടിത്തന്ന യശശരീരനായ അനശ്വര പ്രതിഭ പത്മശ്രീ കെ രാഘവൻ മാഷിൻ്റെ അനുസ്മരണ അർത്ഥമാണ് ഈ ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഔപചാരികതയുടെ ചിട്ടവട്ടങ്ങളൊന്നുമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ലളിതമായിട്ടാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാഘവൻ മാഷിൻ്റെ ഈണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കലർപ്പില്ലാത്ത, നാട്യങ്ങളില്ലാത്ത, നിഷ്കളങ്കമായ ഗ്രാമീണ സൗകുമാര്യവും സ്നേഹവും മതമൈത്രിയുമൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിയും. ആ കാലത്തെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ആ അനുസ്മരണം, ആ കാലത്തെ അനുസ്മരിക്കുക കൂടിയാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ സാംസ്കാരിക മൂല്യവും അതുതന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ അധ്യക്ഷനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ കെ സുധാകരൻ സാറിനെ കലാസബരിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ കൂടിയ ബാസി സാറാണ്. ബാസി സാറിനെ കലാസബരിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടി ആസ്വദിക്കുവാനും പങ്കെടുക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുമനസ്സുകളെയും ഈ കലാസമിതിയുടെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. അടുത്തതായി അധ്യക്ഷൻ ഡോക്ടർ കെ സുധാകരൻ. ശ്രീ പത്മശ്രീ കെ രാഘവൻ മാസ്റ്ററുടെ സ്മരണാഞ്ജലി നിലനിർത്തിക്കൊണ്ട് പ്രിയദർശിനി കലാസബരിയുടെ പേരിൽ ഈ അനുസ്മരണം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി കൺട്രോളർ എക്സാമിനേഷൻ ഡോക്ടർ ബാസി സാറ്, അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന അധ്യാപകരെ, അനധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് പ്രിയദർശിനി കലാസബരിയ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തിലേറെ കാലമായി. അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ടും അതിനോട് അനുബന്ധമായ പരിപാടികൾ പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ രാഘവൻ മാഷയുടെ അനുസ്മരണം സംഘടിപ്പിക്കുന്നതോടനുബന്ധിച്ച് അദ്ദേഹം മലയാളത്തിനും മലയാളികൾക്കും നൽകിയിരിക്കുന്ന
കല അല്ലെങ്കിൽ ഗാന അനുസ്മരിക്കാനായിട്ട് അതിൻ്റെ അനുസ്മരണം എന്നോണം അത് നമുക്ക് ആസ്വദിക്കുന്നതിനും വേണ്ടി ആണ് ഇന്ന് ഈ അനുസ്മരണ ചടങ്ങോടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഇതിലെ പ്രസംഗത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വല്ല യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഞാൻ അതുകൊണ്ട് കൂടുതലായൊന്നും പ്രസംഗിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമ്മുടെ കൺട്രോളർ എക്സാമിനേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ രാഘവമാഷിനെ കുറിച്ച് അനുസ്മരണത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്നതായിരിക്കും. അദ്ദേഹത്തെ ഈ അനുസ്മരണ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി ഉദ്ഘാടനത്തിനായി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ എ ബി ഭാസിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സഹപ്രവർത്തകരെ, നമുക്കെല്ലാവർക്കും അറിയാം രാഘവൻ മാഷ് ഈ മലയാള ചലച്ചിത്ര സംഗീതത്തിനും നാടക സംഗീതത്തിനും നൽകിയിട്ടുള്ള അമൂല്യ രത്നങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു കാലത്ത് രാഘവൻ മാഷ് പി ഭാസ്കരൻ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാടൻ നമ്മുടെ മലയാളി തനിമയുള്ള നമുക്ക് പാട്ടുകൾ ധാരാളം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഘവൻ മാഷിൻ്റെ ചരമവാർഷികം ഒരു 4 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാണ്. അദ്ദേഹത്തിന് സർവേശ്വരൻ ഒരു 100 വയസ്സിനടുത്ത് വരെ ആയുസ് കൊടുത്തു. നമുക്ക് ധാരാളം ഗാനങ്ങൾ കിട്ടി. അദ്ദേഹം ഒരു 65ഓളം ചിത്രങ്ങളിൽ 65ഓളം സിനിമകൾക്ക് വേണ്ടിയിട്ട് സംഗീത സംവിധാനം ചെയ്തു. 400-ലധികം ഗാനങ്ങൾ നമുക്ക് തന്നു. നമ്മുടെ സർക്കാരും അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ആദരിച്ചിട്ടുണ്ട്. പത്മശ്രീ നൽകിയും JC ഡാനിയൽ പുരസ്കാരം നൽകിയും നമ്മുടെ സർക്കാരുകൾ അദ്ദേഹത്തെ ആദരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം ഈ തലക്കുമീതെ ശൂന്യാകാശം അത് പാടാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ മലയാളികൾ. പാമ്പുകൾക്കും ആളുണ്ട്, അതറിയാത്ത ആരും ഉണ്ടാവില്ല. ഇതിൻ്റെ അങ്ങനെയുള്ള നാടകഗാനങ്ങളും പിന്നെ പഴയകാലത്തെ ധാരാളം പാട്ടുകൾ അതെന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും. മിക്കവാറും നമുക്ക് ധാരാളം എല്ലാവരും പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമുക്ക് ഞാനീ പറയുന്ന വിവരങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രിയദർശിനി കലാസഭയുടെ ഈ ആദ്യത്തെ ഒരു കലാപരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ.